സർ, ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ സ്ഥാനത്ത് ശക്തമായി തുടരാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ആകുമോ നേതാവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഇന്ത്യയിൽ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ് വന്ന മോഡി ഇപ്പോൾ പവൻ കല്യാണിൻ്റെ തോളത്ത് കൈയിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഏറ്റവും അപഹാസ്യമായൊരു നാടകമാണ് ഈ ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 400 സീറ്റ് നേടി ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റുമെന്ന് വീമ്പിളക്കിയ നരേന്ദ്രമോദിയുടെ പരാജയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ജനവിധി ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു ജനവിധിയാണ്. എന്നാൽ ഈ ജനവിധി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനവിധിയാണ്. മോഡിയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. 20ൽ 18 സീറ്റും UDF നേടിയതിനെപ്പറ്റി ഇവിടെ ചർച്ചയില്ല. എവിടെങ്കിലും ഒരു സീറ്റ് തോറ്റതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച. വാസ്തവത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റും ഡൽഹിയിലെ ഗവൺമെൻറ്റും ജനവിരുദ്ധ ഗവൺമെൻറ്റുകളായിരുന്നു. ആ ജനവിരുദ്ധതയ്ക്കെതിരായിട്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ വോട്ട് നൽകിയത്. ഇത്തവണത്തെ UDFൻ്റെ വിജയം വളരെ മികച്ച വിജയമാണ്. 1 ലക്ഷത്തിലധികം വോട്ടിന് 4 സീറ്റുകളാണ് ജയിച്ചത്. ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും വൻപിച്ച മുന്നേറ്റമാണ് UDF നടത്തിയത്. അടൂർ പ്രകാശ് മാത്രമാണ് ചെറിയ വോട്ടിന് ജയിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ അപരന്മാർ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ജനവികാരം ആളിക്കത്തുകയാണ്. വാസ്തവത്തിൽ മോഡി അധികാരത്തിൽ തുടരാൻ പാടില്ല, പ്രധാനമന്ത്രി സ്ഥാനത്ത് വരാൻ പാടില്ല. അദ്ദേഹവും അമിത്ഷായും ചേർന്ന് ഈ രാജ്യത്ത് നടത്തിയ തെറ്റായ രാഷ്ട്രീയത്തിനെതിരായ നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ തിരക്കൊന്നുമില്ല ഗവൺമെൻറ് ഉണ്ടാക്കാൻ. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പോരാട്ടം നടത്താൻ കഴിയും. അതാണ് ജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകും. സാർ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനം വൈകാതെ അത് സംബന്ധിച്ച് ഏത് തീരുമാനം ഉണ്ടാകും. എനിക്കിപ്പം അദ്ദേഹം ആകുമോ എന്ന് പറയാൻ കഴിയില്ല. വികാരം എന്താണ്? പൊതുവെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ആകണമെന്നാണ്. പക്ഷേ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനിച്ചാൽ അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും. ഈ ഇന്ത്യ സഖ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു അവിശ്വാസമുണ്ട്. കാരണം JDUവോ അതല്ലെങ്കിൽ ഈ പറയുന്ന TDP എന്തെങ്കിലും ഒരു പാലം വലിച്ചാൽ തൃണമൂൽ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കില്ല എന്ന് അത്ര ഉറപ്പുണ്ടോ? തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇന്നലത്തെ യോഗത്തിലുണ്ടായിരുന്നു. അവരെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. BJPയുമായി പോരാടിയാണ് മമതാ ബാനർജി അതിശക്തമായ വിജയം നേടിയത്. അപ്പോൾ അങ്ങനെയൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. രമേശ് ചെന്നിത്തല ചെന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം BJP പാളയത്തിൽ അടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവേന്ദ്ര ഫട്നാവിസ് ഡെപ്യൂട്ടി CM പോസ്റ്റ് രാജിവെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒരു വലിയ മുന്നേറ്റം ഇനി തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഹാവികാസ് അഘാടി വൻപിച്ച മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഇനി നടത്തും. 4 മാസത്തിനുള്ളിൽ അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ അൺഎത്തിക്കലായ അധാർമികമായ രീതിയിലാണ് ഉദ്ധവ് താക്കറെ ഗവൺമെൻറ്റിനെ പുറത്താക്കിയത്. അത് ജനങ്ങൾക്ക് ഒട്ടും ദഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിനെതിരെയുള്ള ശക്തമായ വികാരം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് 31 സീറ്റ് നേടിയാണ് ഇപ്പം മഹാവികാസ് അഘാടി വൻപിച്ച മുന്നേറ്റം നടത്തിയത്. അത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. വയനാട്ടിൽ K മുരളീധരനെ മത്സരിപ്പിക്കുന്നതിനോട് അതിനുള്ളൊരു താങ്കളുടെ അഭിപ്രായം എന്താണ്? അതൊന്നും ആയിട്ടില്ലോ. രാഹുൽ ഗാന്ധി ആണല്ലോ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ നിന്ന് 2ാം തവണയും തെരഞ്ഞെടുത്തു. വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അമേഠിയിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുത്തു. ഏത് സീറ്റ് നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയും ചേർന്ന് തീരുമാനിക്കും. എന്നിട്ടേ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ടാണ് തൻ്റെ
യോഗങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ അപമാനിച്ചത്. എന്നിട്ടും ആ അപമാനം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ DNA വരെ പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇടതുപക്ഷ മുന്നണിക്കകത്തുണ്ടായിരുന്നു. അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷേ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചത്. ഏത് സീറ്റ് തുടരണമെന്നുള്ളത് പാർട്ടി രാഹുൽ ഗാന്ധി തീരുമാനിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിലെ തോൽവിയിൽ ഒരു ആത്മപരിശോധന പാർട്ടി നടത്തും. തീർച്ചയായിട്ടും നടത്തും. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് BJPയുടെ ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല. അത് സുരേഷ് ഗോപി ഒരു നല്ല നടൻ എന്ന നിലയിലുള്ള അംഗീകാരം 3 തവണയായി അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഇതിനു മുമ്പും കേരളത്തിൽ BJP ജയിച്ചിട്ടുണ്ട്. O രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്. പണ്ട് PC തോമസ് അവരുടെ പിന്തുണയോട് ജയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ കൊണ്ട് ജയിക്കുന്നത്. അതുകൊണ്ട് കേരളം മുഴുവൻ BJP ആണെന്ന് പറഞ്ഞതിനകത്ത് എന്തർത്ഥമാണ്? കഴിഞ്ഞ തവണ പക്ഷേ കോൺഗ്രസിന് കിട്ടിയ വോട്ടിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ അല്ല, അതല്ലേ ഞങ്ങൾ പരിശോധിക്കും. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അല്ല, അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി അത് പരിശോധിക്കും. KPC പ്രസിഡന്റ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കുമെന്ന്. പരിശോധിച്ച് എന്താണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത് കാര്യത്തിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. കേരളത്തിൽ BJPയുടെ മുന്നേറ്റം എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? പല മണ്ഡലങ്ങളിലും BJP, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. അത് എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അത് ഗൗരവമായി തന്നെ ഞങ്ങൾ കാണുന്നു.